സുനിൽ, തൃണമൂൽ കോൺഗ്രസിൽ കേരളത്തിന് ശക്തമായൊരു വേരോട്ടമുണ്ടാക്കുക, അത് കർണാടകത്തിലും തമിഴ്നാട്ടിലും തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, ഈ ദൗത്യമാണ് നിലവിൽ PV അൻവറിനെ മമതാ ബാനർജി ഏൽപ്പിച്ചിട്ടുള്ളതായി നമ്മൾ അറിയുന്നത്. പക്ഷേ TMC കേന്ദ്രത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്, ദേശീയതലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തൃണമൂൽ കോൺഗ്രസ് സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ UDF-ലേക്കുള്ള പ്രവേശനം ഒരു വലിയ വെല്ലുവിളിയാവില്ലേ? അതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം. രണ്ട്, മുതിർന്ന TMC നേതാക്കളൊക്കെ കേരളത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന് കേട്ടു. മഹുവാ മൈത്രയടക്കം മമതാ ബാനർജി തന്നെ കേരളത്തിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ കളി കാര്യമാവുകയാണ്. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ നന്നായി പണിയെടുക്കാൻ തീരുമാനിക്കുന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കേരളത്തിലെ ഈ രാഷ്ട്രീയ നീക്കത്തെ വളരെ കൗതുകത്തോടെയാണ് ദേശീയ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് എന്ത് കാര്യം എന്നൊക്കെയാണ് പല നേതാക്കളും ചോദിച്ചത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം വളരെ ഗൗരവത്തോടെയാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. 2011 മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുന്നത്. 2016 അധികാര തുടർച്ച കിട്ടിയ ശേഷം മമതാ ബാനർജി പ്രധാനമായും ശ്രമിച്ചത് പശ്ചിമ ബംഗാളിന് പുറത്തേക്ക് വളരുക എന്നതായിരുന്നു. അങ്ങനെ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി മത്സരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് അസമിലേക്ക് പോയി, ത്രിപുരയിലേക്ക് പോയി, ഗോവയിൽ വരെ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2016 പ്രശാന്ത് കിഷോർ ആയിരുന്നു മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചിരുന്നത്. അന്ന് പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗോവയിൽ വന്ന് മത്സരിക്കാനുള്ളൊരു തീരുമാനമെടുത്തത്. അവിടെ ഒരു സീറ്റിൽ വിജയിച്ചു. പിന്നീട് ആ MLA തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഏതായാലും അന്ന് മുതൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വളരുക, തൃണമൂൽ കോൺഗ്രസിനെ ഒരു ദേശീയ പാർട്ടിയാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം മമതാ ബാനർജിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം പശ്ചിമ ബംഗാളിന് പുറത്തേക്ക് വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ പലപ്പോഴും തൃണമൂൽ കോൺഗ്രസിനെ സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് ആ ഒരു നിലപാടുമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമായി തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ വേണമെങ്കിൽ വിലയിരുത്താം. PV അൻവർ എന്നൊരു നേതാവ് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലൊരു സീറ്റ് എന്ന് തൃണമൂൽ കോൺഗ്രസിനെ അവകാശപ്പെടാം. അപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് പറയാൻ തൃണമൂൽ കോൺഗ്രസിനെ കഴിയും. ഏതായാലും ദേശീയ തലത്തിൽ നമ്മൾ ഒരു സാഹചര്യം നോക്കുമ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസുമായി, ഇടതുപക്ഷ പാർട്ടികളുമായി ശക്തമായ വിരോധം വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും. പശ്ചിമ ബംഗാളിൽ ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചാണ് മമതാ ബാനർജിയെ നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മമതാ ബാനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആക്രമണം എന്നത് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും എതിർത്ത് മത്സരിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഒന്നിച്ചു നിന്ന് തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അപ്പോൾ BJPയെ സഹായിക്കാൻ വേണ്ടി ഈ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് വളരെ ശക്തമായി മമതാ ബാനർജി ഉന്നയിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് BJPയെ പരാജയപ്പെടുത്താനായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്ന് ഒരു മൂന്നാം മുന്നണി തീരുമാനമൊക്കെ എടുത്തപ്പോൾ അന്ന് ആ ഒരു സഖ്യത്തിൽ നിൽക്കാതെ മറ്റൊരു മുന്നണി ഉണ്ടാക്കാനായി നീക്കം നടത്തിയ ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി. അപ്പോൾ കോൺഗ്രസിനോടുള്ള വിരോധം, ഇടതുപക്ഷ പാർട്ടികളോടുള്ള വിരോധം, ഇത് വളരെ ശക്തമായി എല്ലാ കാലത്തും ഉയർത്തിയ നേതാവാണ് മമതാ ബാനർജി. ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് കിട്ടിയെങ്കിൽ പിന്നീട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോറ്റ ശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃനിരയിൽ എങ്ങനെ കോൺഗ്രസ് തുടരും എന്നൊരു ചോദ്യം ഉയർത്തിയൊരു നേതാവാണ് മമതാ ബാനർജി. മാത്രമല്ല, മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. ശരത് പവാർ പോലും മമതാ ബാനർജിയുമായി ഒരു രാഷ്ട്രീയ സൗഹൃദത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന മമതാ ബാനർജി കേരളത്തിൽ വന്ന് UDF-മായി ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുമോ എന്നത് വലിയ ചോദ്യമാണ്. ഏതായാലും അങ്ങനെ ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായാൽ മൂന്നാമതൊരു കക്ഷിയായി കേരളത്തിൽ രാഷ്ട്രീയ നീക്കം നടത്താൻ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് PV അൻവറിലൂടെ സാധിക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും കൗതുകത്തോടെയാണ് കേരളത്തിലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യത്തെ ദേശീയ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ കാണുന്നത്. തീർച്ചയായിട്ടും വലിയ കൗതുകമുണ്ട്. അതിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസുമായും ഇടതുമുന്നണിയുമായിട്ടുമൊക്കെ ഇടഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവുക എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിത്യശത്രുക്കളില്ല, നിത്യസുഹൃത്തുക്കളുമില്ല എന്നതാണല്ലോ പ്രമാണം.